അനിൽ, കേരളത്തിൽ ഓരോ ദിവസവും ക്രൈമുകളുടെ എണ്ണം കൂടുകയാണ്. ഈ ക്രൈമിന്റെ എല്ലാം അറ്റത്തൊരു ജ്യോതിഷിയും ഒരു മന്ത്രവാദിയൊക്കെ ഉണ്ട്. എന്താണ് കേരളത്തിൽ സംഭവിക്കുന്നത്? ശ്രീത്ത്, യഥാർത്ഥത്തിൽ ഇത് പുതിയതൊന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. 1983 രാമക്കൽമേട്, ഇടുക്കി രാമക്കൽമേട്ടിൽ നമ്മളിതുവരെ കേട്ടിട്ടുള്ള ഏറ്റവും ഭീകരമായ ഒരു അനാചാരമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതായത് സ്വന്തം മകനെയാണ് കുരുതി കൊടുക്കാനായിട്ട് അച്ഛൻ ഒരുങ്ങിയത്. ഒരുങ്ങല്ല, നടന്നു. അച്ഛനും കുടുംബവും ചേർന്നിട്ട് മകനെ കുരുതി കൊടുത്തു. എന്താണ് കാരണമെന്ന് വെച്ചാൽ നിധി കണ്ടെത്താൻ, ഇവിടെ പുരയിടത്തിലൂടെയുള്ള ഒരു നിധി കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. തമിഴ്നാട്ടിലെത്തിയ ഒരു കൂട്ടം മന്ത്രവാദികളാണ് അന്ന് ഈ പദ്ധതി മുന്നോട്ട് വെച്ചത്. അപ്പോൾ അതിനൊരു മടിയും കൂടാതെ അവർ വഴങ്ങി എന്നുള്ളതാണ്. ഈ സ്വന്തം മകനെ ബലി കൊടുത്തിട്ട് നിധി കിട്ടിയിട്ട് എന്തിനാണ് എന്നൊരു വിചാരം പോലും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ആളുകൾ അന്ന് മുതലേ ഉണ്ട്. ഏതാണ്ട് 40 വർഷത്തിന് മുമ്പാണെന്ന് ഓർക്കണം ഞാൻ ഈ പറഞ്ഞത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നടക്കുന്ന ഈ സംഭവങ്ങളൊന്നും അങ്ങനെ പുതിയതാണെന്നോ അല്ലെങ്കിൽ ഇത് ഇപ്പോൾ തുടങ്ങിയതാണെന്നോ ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല. സത്യം പറഞ്ഞാൽ ഇതിലെ വസ്തുതകൾ കൂടുതൽ വ്യക്തമായി ഇപ്പോൾ വാർത്തകളിലൂടെ പുറത്തു വരുന്നു എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഉണ്ടാകുന്നുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഈ 83 കാര്യം ഞാൻ പറഞ്ഞു. അതിനുശേഷം ഇങ്ങോട്ട് വരുമ്പോൾ നമ്മൾ ഈ അടുത്ത കാലത്താണ് പത്തനംതിട്ട ഇലന്തൂരിൽ നരബലി ഉണ്ടായത്. എന്താണ് യഥാർത്ഥം സംഭവിക്കുന്നത്? ഒരാൾ പറയുന്നു ഇന്ന പോലെ ഈ ആളുകളെ കുരുതി കൊടുത്താൽ ഇന്ന സൗഭാഗ്യം നിങ്ങളെ തേടിയെത്തും എന്ന് പറയുകയാണ്. അപ്പോൾ ഇതിൻ്റെ ലോജിക്കൽ സെൻസ് അവിടെ നിൽക്കട്ടെ, അതിൻ്റെ ഒരു കുറ്റകൃത്യമാണെന്നുള്ള ബോധം ഇവർക്കില്ലാതെ പോകുന്നുണ്ടോ? എന്താണ് സംഭവിക്കുന്നത്? അതുകൊണ്ടാണ് നമ്മൾ നമ്മൾ ഈ സംസാരിക്കുന്ന വിഷയത്തിനെ തലക്കെട്ടിടാൻ മന്ത്രവാദികൾ ഭരിക്കുന്ന കേരളമെന്ന് ഞാൻ കുറച്ച് മുമ്പ് നമ്മൾ ആലോചിച്ചത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് രാഷ്ട്രീയ ഭരണാധികാരികളൊക്കെ ഉണ്ട്, പക്ഷേ ഈ മനുഷ്യരുടെ എല്ലാം മനസ്സിനെ ഭരിക്കുന്നത് മന്ത്രവാദികളും ജ്യോതിഷികളും ഒക്കെയാണെന്ന് തോന്നിപ്പോവുകയാണ്. ഒരു തരത്തിലുള്ള ലോജിക്കൽ സെൻസ് പോട്ടെ, കുറ്റകൃത്യമാണെന്നുള്ള പേടി പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ഇതെങ്ങനെ നടപ്പാക്കും, ഇത് ഈ കേരളം പോലൊരു നാട്ടിലാണ് എന്നൊരു വിചാരമില്ലാതെ മനുഷ്യരിൽ ഇതിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഭയങ്കര അതിശയമായിട്ട് തോന്നുന്നത്. ഇത് മാത്രമല്ലല്ലോ, ഇതുപോലെ തന്നെ എത്ര നമ്മുടെ ഈ ആൾദൈവങ്ങൾ എന്ന് പറയുന്നവർ മുതൽ ഇങ്ങോട്ട് അവരൊക്കെ ഒരു ഘട്ടം കഴിഞ്ഞ് ഈ മന്ത്രവാദ ജ്യോതിഷികളുടെ ഒരു ഘട്ടം കടന്നിട്ടാണ് നിൽക്കുന്നത്. താഴേക്ക് വരുമ്പോൾ ഈ ജ്യോതിഷികളും മന്ത്രവാദികളൊക്കെ അവർ ഈ നാട്ടുകാരെ കൊണ്ട് സാധാരണ മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുന്നത് എന്തെല്ലാമാണ്, എത്ര ഭീകരമായിട്ടാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഈ അടുത്ത ദിവസങ്ങളൊക്കെ എത്ര കണ്ടു കഴിഞ്ഞു. ശ്രീ വാർത്ത നമ്മുടെ സ്റ്റോറികൾ ചെയ്തതുപോലെ നെന്മാറ, ബാലരാമപുരത്ത്, പാറശാലയിലെ ഷാരോണിന്റെ കേസിന്റെ തുടക്കത്തിൽ പോലും അത്തരം ചില കാര്യങ്ങളുണ്ടായിരുന്നു. ഈ നെന്മാറയിൽ എന്താണ് സംഭവിച്ചത്? അത് ഞെട്ടിക്കുന്നതാണ്. അവിടെ ഒരു ജ്യോതിഷി കബഡി നിരത്തിയെന്നാണ് പറയുന്നത്. അയാൾ പറഞ്ഞു ഇത്രേ, ഈ മുടി നീട്ടി വളർത്തിയ ഒരു സ്ത്രീ, ആ നാട്ടിൽ നിന്ന് സ്ത്രീകൾക്ക് ജീവിക്കണ്ടേ? കാരണം ഈ പ്രതി അത് വിശ്വസിച്ചിട്ടാണ് ഇറങ്ങി മുടി നെട്ടിവളത്തെ സ്ത്രീകളെ തപ്പി ഇറങ്ങുന്നത്. ഒരു നാട്ടിലും സ്ത്രീകൾ മുഴുവൻ തലമുട്ടടിച്ച് ജീവിക്കണമെന്നാണ് പറയുന്നത്, ഇയാളെ പേടിച്ചിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ അയാൾ ഇരകളെ കണ്ടെത്തുന്നു, വകവരുത്തുന്നു. ഇതെല്ലാം നടക്കുമ്പോഴും നമ്മുടെ സംവിധാനങ്ങൾ ഇങ്ങനെ നിശ്ചലമായി ഇനി അടുത്തത് വരട്ടെ അപ്പോൾ കാണാമെന്നുള്ള മറ്റും നിൽക്കുന്നതാണ് ഏറ്റവും ദുരന്തമായിട്ടൊരു കാര്യം. ഈ പ്രവചനങ്ങളൊക്കെ നടത്തുന്നവരൊക്കെ എന്താണ് എന്നുള്ള അവരുടെ ഈ ജ്യോതിഷിയായും അല്ലെങ്കിൽ മന്ത്രവാദിയായിട്ടൊക്കെ അവതരിച്ചവരെല്ലാം ഒന്നുകിൽ ഒരു ഹോട്ടലിലെ ജീവനക്കാരനായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ ദിവസം ബാലരാമപുരത്ത് പോലീസ് ചോദ്യം ചെയ്ത ആള് മുട്ട ബിസിനസ് നടത്തുന്ന ആളാണ്. ഇത്തരത്തിലുള്ള ആൾക്കാരാണ് ഒരു ലോജിക്കും ഇല്ലാതെ മനുഷ്യരെ പറ്റിക്കുന്നത്. അത് വലിയ തമാശയാണ്. ഈ മന്ത്രവാദിയാകാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും എന്ന് പറഞ്ഞതുപോലെ ആർക്കും മന്ത്രവാദിയാകാം. പിന്നെ അത് ഏത് ജാതി മതമെന്നൊന്നുമില്ല, എല്ലാ ജാതിയിലും ഉണ്ട് എന്ന് പറഞ്ഞ പോലെ. പിന്നെ ഇപ്പോൾ നമ്മുടെ പേരുകൾ കേട്ട മുട്ട വിറ്റിടുന്ന ആള് സ്വാമിയായിരുന്നു. ഇതുപോലെ കോഴിക്കോട് ഭാഗത്ത് ജിലേബി വിറ്റിടുന്ന ആള് അതേ പേര് തന്നെ സ്വാമിയായിട്ട് പിന്നീട് അറിയപ്പെട്ടു. അതുപോലെ ഏതാണ്ട് സ്റ്റൗവിന്റെ പരിപാടി ഉണ്ടായിരുന്ന ഒരാൾ ഇവിടെ ഈ തിരുവനന്തപുരം പ്രദേശത്ത് ആ പേരിൽ തന്നെ പിന്നീട് സ്റ്റൗ സ്വാമി എന്ന് അറിയപ്പെടുന്നു, ജിലേബി സ്വാമി. ഇങ്ങനെയൊക്കെ ആണ്. പക്ഷേ ഇതൊക്കെ കേട്ടാൽ ആളുകൾക്ക് ഇവരുടെ ക്വാളിഫിക്കേഷനെ കുറിച്ച്, ഇവരുടെ പൂർവാശ്രമത്തെക്കുറിച്ച്, അങ്ങനെയുള്ളൂ നമ്മൾ പറയാനായിട്ട്, ഇവരുടെ പൂർവ്വ ജീവിതത്തെക്കുറിച്ചോ ഒന്നും ഒരു ചിന്തയുമില്ലാതെ ഇവർക്ക് എന്താണ് ഇതിനുള്ള ക്വാളിഫിക്കേഷൻ ആരും ആലോചിക്കാതെ ഇവർ പറഞ്ഞ കണ്ണും പൂട്ടി അങ്ങ് വിശ്വസിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ ഇപ്പം നമ്മൾ പറഞ്ഞ ഒരു സ്വാമി എന്ന് പറഞ്ഞ ഒരു മതത്തിൽ മാത്രമല്ല, എല്ലാത്തിലും ഉണ്ട് ഇതുപോലെ ആളുകൾ. ഇവരുടെ ക്വാളിഫിക്കേഷൻ ഞാൻ നോക്കിയിട്ട് ഇവർക്ക് അത്യാവശ്യമായിട്ട് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ആളുകളെ സ്വാധീനിക്കാനും കയ്യിലെടുക്കാനും കണ്ണ് കെട്ടുന്ന മാതിരി വർത്തമാനം പറയാനുമുള്ള കഴിവ് മാത്രമാണ് ഇതിൽ വേണ്ടത്. പിന്നീട് പിന്നെ ഈ ഭസ്മമൊക്കെ കാണിച്ചുള്ള ചില പ്രയോഗങ്ങളൊക്കെ ചിലരൊക്കെ നടത്താറുണ്ടെന്ന് പറയപ്പെടുന്നത്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ വാചകം അടിച്ച് തന്നെയാണ് ഇവരൊക്കെ ആളുകളെ വീഴ്ത്തുന്നതും ഇത്തരം കുറ്റകൃത്യങ്ങളിലേക്ക് ഇവരെ പ്രേരിപ്പിക്കുന്നതും. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്വാളിഫിക്കേഷൻ നോക്കുന്നതിൽ ഇവരുടെ പശ്ചാത്തലം നോക്കുന്നതിൽ ഒരു കഥയുമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. ഇത് നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞു പറ്റിക്കുക എന്നുള്ളത് വളരെ ഭംഗിയായിട്ട് ചെയ്യുകയാണ്. കാരണം ഈ ഇലന്തൂരിലെ ഒരു നരബലിയുടെ സംഭവം, അതില് ഭഗവത് സിംഗ് എന്ന് പറയുന്ന ആള് കവിത എഴുതുക, അത്യാവശ്യം CPM-മായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നു, പുരോഗമനം പറയുന്നു. ഇങ്ങനെ ഒരാളെ കൊണ്ടാണ് മനുഷ്യമാംസം വരെ തീറ്റിച്ചത്. അതായത് എത്ര ഭീകരമാണെന്ന്. അത് മനുഷ്യമാംസം തീറ്റിക്കാൻ, ഞാൻ നേരത്തെ 83 കഥ ഞാൻ പറഞ്ഞു, സ്വന്തം മകനെ കുരുതി കൊടുക്കാൻ അച്ഛൻ തയ്യാറാകുന്ന വീട്ടിൽ അയാളെ ബ്രെയിൻ വാഷ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യനെ കൊന്ന് പാചകം വേവിച്ച് കഴിച്ചോളൂ എന്ന് ഒരു സുപ്രഭാതം എന്ന് പറയുമ്പോൾ അതിന് തയ്യാറാകുന്ന മനുഷ്യർ ഏത് തരത്തിലാണ് ഇവരൊക്കെ വളർന്ന സാഹചര്യങ്ങളൊക്കെ ഏത് തരത്തിലായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മുടെ നിയമം കൊണ്ടൊന്നും നിയന്ത്രിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത്.
എങ്കിൽ പോലും ഇതിനെ ഏത് തരത്തിൽ തടയിടാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് വളരെ ഗൗരവമായ ആലോചന വേണ്ടതാണ്. അതിന് പിന്നെ ഏത് തലത്തിൽ വേണം എന്നുള്ള കാര്യത്തെക്കുറിച്ചൊന്നും നമുക്കിപ്പോൾ കൃത്യമായിട്ട് ഇത് പറയാൻ കഴിയില്ല. പക്ഷേ എങ്കിൽ പോലും അതിന് നിയമനിർമ്മാണം, അതാണ് നിയമനിർമ്മാണം. നമ്മുടെ നിയമസഭ ഒരു ബില്ല് തന്നെ പാസ്സാക്കി അത്, പക്ഷേ അതുകൊണ്ടും എത്രത്തോളം നടപ്പിലാക്കാൻ കഴിയും എന്നുള്ളത് വലിയ ചോദ്യം. ഇത്തരം കാര്യങ്ങൾ നിയമത്തിലൂടെ നിരോധിക്കുക അല്ലെങ്കിൽ നിയമത്തിലൂടെ നിയന്ത്രിക്കുക എന്ന് പറഞ്ഞ കാര്യത്തിന് വലിയ പ്രായോഗികമായ പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. കാരണം ഇതിൽ ഈ വിശ്വാസങ്ങൾ എല്ലാവർക്കും, നമ്മുടെ നാട്ടിലെ ബഹുഭൂരിപക്ഷം ആളുകൾക്കും വിശ്വാസങ്ങൾ, ഈ വിശ്വാസം അന്ധമാകുന്ന എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഒരാളും എന്റെ വിശ്വാസം അന്ധമാണെന്ന് ഒരാൾ സമ്മതിക്കില്ല, മറ്റൊരാളാണ് ചൂണ്ടിക്കാണിക്കുന്നത് ഇത് നിങ്ങളുടെ വിശ്വാസം അന്ധമാണെന്ന് പറയുന്നത്. ഗോപൻ സ്വാമിയുടെ കാര്യത്തിൽ അത് ഞാനത് പള്ളിക്ക് വരികയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സർക്കാരിന്, ഒരു നിയമ സംവിധാനത്തിന് ഈ വിശ്വാസം അന്ധമാണെന്ന് പറഞ്ഞ് കേസെടുക്കാൻ കഴിയില്ല. പക്ഷേ ഒരു കാര്യം ചെയ്യാം, അത് ക്രൈമായി മാറുമ്പോൾ അല്ലെങ്കിൽ ക്രിമിനൽ കേസിന്റെ പരിധിയിലേക്ക് വരുന്നൊരു ഘട്ടം എത്തുമ്പോൾ ഉറപ്പായിട്ട് ഇടപെടാൻ കഴിയും. പക്ഷേ അതിൽ പോലും ഇടപെടുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഏറ്റവും വലിയ ദുരന്തം. നെന്മാറയിലെ കാര്യം തന്നെ വീണ്ടും നമുക്ക് അത് തന്നെ പരാമർശിക്കേണ്ടി വരുന്നു. അവിടെ എന്താണ് ഉണ്ടായത്? ഈ ജ്യോതിഷകാരിയൊക്കെ അവിടെ നിൽക്കട്ടെ, പക്ഷേ അവിടെ ഈ കൊലപാതക കേസിൽ ജാമ്യത്തിലിറങ്ങിയാൽ കോടതിയുടെ ജാമ്യ വ്യവസ്ഥ ലംഘിച്ചുകൊണ്ട് ഇവിടെ നാട്ടിൽ വന്ന് ജീവിച്ച് ഇവരെല്ലാം ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറഞ്ഞൊരു ഘട്ടത്തിൽ പോലീസിന് ഇടപെടാൻ കഴിയണം. രണ്ട് സ്ത്രീകൾ കഴിയുന്നു, അങ്ങനെ കഴിയുന്നു. അപ്പോൾ ഇയാൾ മാരകായുധമായിട്ടാണ് ഇറങ്ങി നടക്കുന്നത് തന്നെ. അപ്പോൾ പോലീസിന് വളരെ നിഷ്പ്രയാസം ഇയാളെ കേസെടുത്ത് മറ്റൊരു കേസ് കൂടി എടുത്ത് അകത്താക്കാൻ കഴിയുന്നതാണ്. അകത്താക്കുന്നത് ഒരു പരിഹാരമാണെന്ന് ചോദിച്ചാൽ ഇത്തരം ചില സാഹചര്യങ്ങളിൽ മറ്റെന്താണ് ഇതിന്റെ പരിഹാരം? ആ നാട്ടിൽ മറ്റു മനുഷ്യർക്ക് ജീവിക്കണ്ടേ? ഇയാളെ നിരപരാധിയല്ലെന്ന് വ്യക്തമാണ്. ഒരു കൊലപാതകം ചെയ്തു കഴിഞ്ഞ ആളാണ്. പോലീസിന് നിഷ്പ്രയാസം, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, CBI ഒക്കെ ചില കേസുകളിൽ ഇത്തരം ചില സാക്ഷികളെ ഭീഷണിപ്പെടുത്തുന്ന ആളുകളെ മറ്റൊരു രണ്ടാമത് കേസെടുത്ത് അകത്താക്കാറുണ്ട് എന്ന് പറഞ്ഞതുപോലെ വളരെ നിഷ്പ്രയാസം ഇവിടെ ചെയ്യാവുന്നതായിരുന്നു. പോലീസിന് റിപ്പോർട്ട് കൊടുത്തെങ്കിൽ, ചില പോലീസുകാർ ന്യായം പറയാറുണ്ട്, റിപ്പോർട്ട് കൊടുത്താലും കോടതികൾ അവരുടെ ജാമ്യം റദ്ദാക്കാൻ ശ്രമിക്കാറില്ല, തയ്യാറാവാറില്ല എന്ന് പറയുന്നുണ്ട്. പക്ഷേ ശ്രമിക്കുമെങ്കിലും വേണ്ടേ? അതിനുശേഷമല്ലേ ഈ കോടതി തയ്യാറായില്ല എന്നുള്ള ന്യായം പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അതുപോലെ ഉണ്ടാകുന്നില്ല. ശ്രീത്ത് നേരത്തെ സൂചിപ്പിച്ച സമാധി, ഈ സമാധി എന്ന് പറയുന്ന കാര്യത്തിന് പിന്തുണയുമായിട്ട് വലിയൊരു വിഭാഗം ജനങ്ങൾ അവർക്ക് അനുകൂലമായി ഇറങ്ങിയിരുന്നു എന്നുള്ളതാണ്. തെറ്റില്ല, അത് അവരുടെ വിശ്വാസം അങ്ങനെയാണ്, ആയിക്കോട്ടെ. പക്ഷേ അവിടെയും ഒരു കാര്യമുണ്ട്. ഇവിടെ നാട്ടിൽ നിൽക്കുന്ന നിയമവ്യവസ്ഥ പ്രകാരം അതിലൊരു സംശയം ഉന്നയിക്കപ്പെട്ടാൽ അവർ പോസ്റ്റ്മോർട്ടം നടത്തി ആ സംശയ ദൂരീകരണം നടത്തേണ്ടതാണ് എന്നൊരു സാമാന്യ യുക്തിയോ സാമാന്യ നിയമബോധമോ പോലും ഇല്ലാതെയാണ് ഈ ആളുകൾ ഇറങ്ങുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം.